നമസ്കാരം, ഇന്റർവെൽ എന്റർടൈൻമെന്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്ന എസ് എൽ തിയേറ്ററിലാണ്. ഇപ്പോൾ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, എന്ത് ജനമാണെന്ന് അറിയാം. ഭയങ്കരമായിട്ട് ലാലേട്ടനെ ഇന്നിപ്പോൾ ലാലേട്ടൻ ഫാൻസാണ് കൂടുതലും. ഇത് നമുക്ക് ആൾക്കാരോട് ചോദിക്കുക എങ്ങനെയുണ്ട് സിനിമ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇത് ബമ്പർ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ലെവലിൽ, പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടൻ ഇന്ന് അവതരിച്ചിരിക്കുകയാണ്. ഇന്ന് പുള്ളി അവതരിച്ചിട്ട് ഇന്നൊന്നും അല്ല, വർഷങ്ങളായിട്ടുണ്ട്. എങ്കിലും ഇന്ന് ഒരു അവതാരം കൂടെ എടുത്തിരിക്കുകയാണ്. അപ്പൊ അതെന്താണ് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. വാ പോവാം. But answer this. പൊളി, എല്ലാരും പൊളി. എല്ലാം കിടിലം, ഒന്നും പറയാ കിടിലം പടം. ഒരുപാട് ബാലൻസ് തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ ആ മ്യൂസിക്കറിലെ പഞ്ച് ഡയലോഗൊന്നും പ്രതീക്ഷിച്ച് പോകണ്ട. അത്രയ്ക്കും ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസ് കുറവാണെങ്കിലും നല്ല കൊടുത്തിരിക്കുന്ന സാധനം ക്വാളിറ്റിയിൽ പക്കയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ക കംബാക്ക് ആണ് പടം. ലാലേട്ടന്റെയും പിന്നെ പൃഥ്വിരാജിന്റെ കടലിലെ ഏറ്റവും ബെസ്റ്റ് പടം തന്നെ പറയും. കംബാക്ക് പൊളിയാണ് തീർച്ചയായിട്ടും. ഇത് കൂടുതൽ ഖുറേഷ്യ പ്രസാദിന്റെ സ്റ്റോറിയാണ് പറയുന്നത്. കൂടുതലും സ്ക്രീൻ പ്രസൻസ് ഖുറേഷ്യ പ്രസാദിന്റെ മ്യൂസിക് അടിപൊളിയാണ്, മ്യൂസിക് അടിപൊളിയാണ്. അതുപോലെ തന്നെ ഷോർട്സ് എല്ലാം അടിപൊളിയാണ്. അടിപൊളിയാണ്. ആ ടൈപ്പ് അല്ല, ലാലേട്ടന്റെ വലിയൊരു കംബാക്ക്. വേറെ ഒന്നുമില്ല, ലൂസിഫറിന്റെ അത്ര ഇമ്പാക്ട് മേക്കിംഗ് വൈസ് ടോപ്പാണ്. മലയാളത്തിൽ ഇന്റർനാഷണൽ ലെവൽ പടം. സൂപ്പറാണ്. രാത്രി പോലെ 6 വർഷം രാത്രി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നാളെ ആഴ്ച പോയിട്ടുണ്ട്. ഇന്റർനാഷണൽ മാസുണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ്. ഭയങ്കര എത്രയാണ് ചെയ്യേണ്ടി വെച്ചോണ്ടിരിക്കുന്ന എത്രയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗാണ്. വലിയ സംവിധായകൻ ഉണ്ടായിരിക്കണം. അസാമാന്യ പെർഫോമൻസ്, ഒരു രക്ഷയില്ല. ഒമ്പം പടം അടിപൊളി. പറയില്ല. ഡൈനാമിക്
സുകുമാരൻ തെളിയിച്ച് കാണിച്ചുകൊണ്ട് തലമുറക്കായിട്ട് പഴയ രാജാവിനെ പുനർജീവിച്ചുകൊണ്ട് പണം ചെയ്തിട്ടുണ്ട്. കേറി കാണാൻ പറ്റണേ പൃഥ്വിരാജ് സുകുമാരന്റെ പണം എമ്പുരാൻ ഗംഭീരം. എബ്രഹാം ഖുറേഷി, സായിദ് മക്ലോഡ് ഗംഭീരം, അടിപൊളി പടം. ഗംഭീര ആക്ഷൻ. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു പടം ഇതിന് മുമ്പ് വന്നിട്ടില്ല. അത്ര ഗംഭീര ആക്ഷൻ, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പടം, എല്ലാവരും എബ്രഹാം ഖുറേഷി പൊളിച്ചു. ഒരു ആവറേജ് ആണ്. വലിയൊരു എക്സ്പെക്ടേഷൻ വരണ്ട. മലയാളിക്ക് ഒരു എല്ലാം കൂടുതലാണ്. ആ എല്ലാം ലാലേട്ടനാണ്. പക്ഷെ ഈ എല്ലാം കുറച്ച് ഫുഡ് കയറിയിട്ടുണ്ട്. വലിയ രീതിയിൽ പണം സെറ്റ് ആയിട്ടില്ല. മ്യൂസിക്കൽ അത്ര പോരാ. പക്ഷേ കുഴപ്പമില്ല പടം. വണ്ടേ ബാച്ച് പിള്ളേരെ കാണാറുണ്ട്. ഫ്രെയിമെല്ലാം സെറ്റാണ്. പക്ഷെ ഈ ഹൈറ്റിൽ വന്നതിന്റെ ഒരു സംഭവമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളെല്ലാം കൊള്ളാം. പക്ഷെ കുറെ അടുത്ത് പടം പാടിയിട്ടുണ്ട്. ഒരു നല്ല രീതിയിൽ ലാഗ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഒരു ചെറിയ ഡീപ്പൊലി വരുന്നുണ്ട് ഫസ്റ്റ് ഹാഫ്. പിന്നെ അത് കെട്ടുപോകുന്ന അവസ്ഥയാണ്. അതേപോലെ സൂപ്പർ പടമായിരുന്നു. ലാലേട്ടൻ സൂപ്പർ ആയിരുന്നു. പൃഥ്വിരാജ് വേറെ ലെവലാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് സീനാണ് പൃഥ്വിരാജ്, ഒന്നും പറയാനില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലുണ്ട്. ഓക്കെ, ലാസ്റ്റൊക്കെ വേറെ ലെവലാണ്. പറയാൻ സെറ്റാണ്. ഇതിന് പറയാൻ വാക്കുകളില്ല. ഇത് ചരിത്രത്തിലൊക്കെ സംഭവിക്കണം. മലയാളത്തിൽ ഇനി ഇങ്ങനെ ഒരു പടമൊക്കെ എൽ3 അത് തന്നെ വരണം. എൽ3 തന്നെ വരണം. മൊത്തത്തില് ബോളിവുഡ് അല്ല ഇത്. ഇത് നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം പടമാണ്. ഇത് ബോളിവുഡ് അല്ലെങ്കിൽ KGF ഒന്നല്ല. ഇത് മലയാളത്തിന്റെ സ്വന്തം പടമാണ്. മലയാളത്തിന്റെ മാസമാണ്. മലയാളത്തിന്റെ തീപ്പൊരി പടമാണ് ഇത്. നമുക്ക് ഇത് വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞത് തീർക്കാൻ പറ്റണില്ല. അത്രയ്ക്ക് വേണ്ടി സന്തോഷമുണ്ട്. കുറെ നാൾക്ക് ശേഷം എന്താ പറയുക, ഒരു ഫീൽ നമുക്ക് കിട്ടിയാല് സത്യം